മോർണിംഗ് എവരി വൺ. അപ്പോൾ നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് ഒരു ഫേസ് മാസ്ക് ആണ്. ഇതാണ് നമ്മുടെ ഫേസ് മാസ്ക്. എല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചേക്കുവാണ്. ഇനി ഫേസിലൊന്ന് അപ്ലൈ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്തെ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉലുവയും പാലുമാണ്. അത് മിക്സ് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പം ഞാൻ ഫസ്റ്റ് ഇതുപോലെ സ്പ്രേ ചെയ്തു. ഫേസ് കിട്ടുന്നൊരു അടിപൊളി റോസ് വാട്ടറാണ് ഇത്. ഓയിലി സ്കിന്നിന് നല്ലതാണ്, ടോണറായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ എൻ്റെ ഓയിലി സ്കിന്നാണ്, ഞാൻ ഇടയ്ക്ക് അപ്ലൈ ചെയ്യാം. ഇങ്ങനെ ഇരിക്കും സാധനം അല്ലേ? അപ്പോൾ 2 ദിവസമായിട്ട് നമ്മളിത് അടുപ്പിച്ച് തേക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ നിങ്ങളെ കാണിക്കാൻ പോവാണ് ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയാണ്. ഫേസിൽ അപ്ലൈ ചെയ്യാം. നല്ല തണുപ്പുണ്ട്. ഇതിൽ നല്ലൊരു കൂളിങ് കിട്ടും. വീട്ടിലൊക്കെ ഇരിക്കുന്നവർക്കാണെങ്കിൽ ഈ ഒരു ഹോം റെമഡി ട്രൈ ചെയ്യുന്നത് നല്ലതാണ് അല്ലേ? കണ്ടിന്യൂസ് യൂസ് ചെയ്യണം, അപ്പോഴും അതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ. ഞങ്ങളിത് തുടങ്ങിയതേ ഉള്ളൂ. ഇത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സമ്മർ സീസണിൽ ഇത് ഉപയോഗിക്കാൻ നല്ലതല്ല. മുഖത്ത് മാത്രം ഇട്ടാൽ പോരാ, നമ്മുടെ ചെവിയിലും കഴുത്തിലും ഒക്കെ ഇടണം. അല്ലെങ്കിൽ മുഖം മാത്രം വെളുത്ത് ചെവിയും കഴുത്തൊക്കെ കറുത്തിരിക്കണം. അപ്പം അതുകൊണ്ട് കറുത്തതല്ല, നമ്മൾ ഇത് തേച്ചിട്ടൊന്നും വെളുക്കത്തൊന്നും ഇല്ല അല്ലേ? അതെ, സ്കിന്നൊന്ന് ഗ്ലോ ആക്കും. അതെ, ഇത് ഞങ്ങൾ ചെയ്തിട്ടില്ല. ഒന്നാമത് ഞങ്ങളിതൊന്നും ഇത് ഫസ്റ്റ് ടൈം. അപ്പം ഇതിൻ്റെ കറക്റ്റ് റിസൾട്ട് ഏതാണെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അത് കഴുത്തിലും ചെവിയിലൊക്കെ തേക്കുക. ഇതിൻ്റെ റിസൾട്ട് ഞങ്ങൾ ഈ മാസം അവസാനം പറയും, അല്ലാതെ ആൾക്കാരെ പറ്റിക്കുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഒരു ഗുണവും ഇല്ല. പക്ഷെ ഇങ്ങനെ ഹോം റെമഡി ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത് ആ ഒരു സെക്കൻഡിലുള്ള ഇതൊക്കെ ഉള്ളൂ. അത് കഴിഞ്ഞ് വീണ്ടും പഴയ പോലെ തന്നെ ആ ടാൻ ഒടിച്ചു. മാക്സിമം നമ്മൾ ടാനൊക്കെ കളയാൻ നോക്കാം. വീട്ടിലിരിക്കുന്ന ടൈമിലാണെങ്കിൽ നമ്മൾ ഡെയിലി ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യുക അല്ലേ? അതാണ് സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്കിൻ കെയർ റൂട്ടീൻ. കൈ പോയി കഴുകിട്ട് ആ വെള്ളം കൂടെ കയ്യിലിട്ട് പിന്നെ നമ്മൾ കുറച്ച് നേരത്തേക്ക് ഒരുപാട് നേരമൊന്നും വേണ്ട, കുറച്ച് നേരം മതി. പിന്നെ നമ്മൾ ഒത്തിരി ഡ്രൈ ആവുമൊന്നും വേണ്ട, കുറച്ചാകുമ്പോൾ തന്നെ കഴിക്കണം അല്ലേ? പിന്നെ ഇത് കാണുന്നവർ ദയവ് ചെയ്ത് ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്തില്ലേലും കുഴപ്പമില്ല. ഒരു ഉപകാരം ചെയ്യുന്നതുകൊണ്ട് ഒരു കുറ്റവും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല അല്ലേ? കാരണം കണ്ടിന്യൂസ് ഞങ്ങളുടെ വീഡിയോ കാണണമെന്ന് പറയുന്നില്ല. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ അത് സ്കിപ്പ് ചെയ്യുക. വ്യൂവേഴ്സ് വേണം, വേണം, അത് വേണ്ടവർ കണ്ടോളൂ. നിർബന്ധിച്ച് കാണിക്കുന്നില്ല ആരെയും, പക്ഷെ നിർബന്ധിച്ച് സബ്സ്ക്രൈബ് ചെയ്യണേന്നുള്ളൂ. അപ്പോ നമ്മളിതാ ഫേസ് ഒക്കെ ഒന്ന് കഴുകിയിട്ട് വന്നിട്ടുണ്ട്. ക്ലിയർ ആയ ഫേസ് ഒക്കെ അല്ലേ? ഫസ്റ്റ് ദിവസം തന്നെ നമുക്ക് അങ്ങനെ റിസൾട്ട് ഒന്നും കിട്ടത്തില്ല. അതുകൊണ്ട് ഡള്ളാകുന്ന ഫേസ് ഒക്കെ കുറച്ച് ഗ്ലോ ആയിട്ടുണ്ടല്ലേ? അപ്പോൾ നമ്മൾ ഫേസ് കഴുകി ഇനി നമുക്കൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. അപ്പം ഞാൻ അപ്പോൾ ഇതിൻ്റെ പ്രോഡക്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ വരത്തില്ല, കാരണം ഇത് ഗ്രാൻഡിന്ന് മേടിച്ചത്. ഓക്കെ, എല്ലായിടത്തും അവൈലബിൾ. പിന്നെ വേറെ സെറ്റാഫിലിൻ്റെ നമ്മുടെ വേറെ. അപ്പോൾ നമുക്ക് വലിയ മാറ്റമൊന്നും തോന്നിയിട്ടില്ലെങ്കിലും നമ്മളിത് ഡെയിലി ഇനി നമ്മളൊരു 1 മന്ത് നമ്മളിത് റെഗുലറായിട്ട് നമ്മളിത് അപ്ലൈ ചെയ്യും. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നമ്മളത് അപ്ഡേറ്റ് ആയി അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. കഴിഞ്ഞോ? ബൈ ബൈ ഗായ്സ്. ഞങ്ങളുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യല്ലേ. കാരണം ഇഷ്ടപ്പെട്ടെങ്കിൽ കാണുക.